ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഭാവിയിലേക്ക് വലിയ വളർച്ചാ സാധ്യതയുള്ളൊരു കമ്പനീനെ കുറിച്ച് പഠിക്കാനാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യോ സെല്ലർ റെക്കമെൻഡേഷൻ എന്നല്ല, കാര്യങ്ങൾ പറയുന്നു, കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് കമ്പനിയുടെ സൈറ്റിലേക്ക് പോകാം. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോദാവരി പവർ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കമ്പനിക്ക് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഒരു വളർച്ച ഞാൻ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഈ കമ്പനിക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് വളരാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വളർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു പെട്ടെന്നായിരിക്കും വളർന്ന് വലിയൊരു ലാർജ് ഗ്യാപ്പൊക്കെ ആവാൻ ചാൻസ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു പോയിന്റിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അതിന് കുറച്ച് അനുകൂലമായിട്ടുള്ള ഫണ്ടമെൻ്റൽ ഒക്കെ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അനുകൂല സാഹചര്യമാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും പെട്ടെന്നായിരിക്കും ലാർജ് ഗ്യാപ്പിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഈ കമ്പനി ഇന്നല്ല ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. 2022 10-ാം മാസത്തിലാണെന്ന് തോന്നുന്നു ഞാൻ ഇതിനപ്പുറത്ത് ഈ കമ്പനീനെ പരിചയപ്പെടുത്തിയത്. അന്ന് ആ കമ്പനിയുടെ വില എന്ന് പറഞ്ഞാൽ 262 രൂപ 45 പൈസയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വില എത്രയായി? 1000-ന് മുകളിൽ പോയി. 1200-ൻ്റെ അടുത്ത് വരെ പോയിട്ടാണ് ഇപ്പോൾ 1000-ൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ അടുത്ത് ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വലിയൊരു റാലിയാണ് നടത്തിയേക്കുന്നത്. അപ്പോൾ ഇനി എന്താ, ഇനിയും ഒരുപാട് റാലി നടത്താനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും സ്മോൾ ക്യാപ്പ് തന്നെയാണ്. ഭാവിയിലേക്ക് വലിയൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ, ഇതിൻ്റെ അകത്ത് ഈ സൈറ്റ് നോക്കി കഴിയുമ്പോഴത്തേനും സൈറ്റിൽ കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല. നമുക്ക് സ്ക്രീനറിൻ്റെ സൈറ്റ് നോക്കാം. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ്. 14,172 കോടിയുടെ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് ഇത്. ഞാനന്ന് 262 രൂപ 45 പൈസയിൽ ഇപ്പോൾ ഒരുപാട് റാലി നടത്തി. അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റലൊക്കെ ആയിട്ട് ഉള്ള ഭയങ്കര എന്തോരം ചേഞ്ച് വന്നു എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ അകത്ത് നോക്കുന്നത്. അപ്പോൾ ഈ കമ്പനി എന്താ ചെയ്യുന്നത്? മെയിൻലി എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് മൈനിങ് ഓഫ് അയൺ ഓർ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് അയൺ ഓർ പെല്ലറ്റ്സ്, സ്പോഞ്ച് അയൺസ്, സ്റ്റീൽ ബില്ലറ്റ്സ്, വയർ റോഡ്സ്, HP വയർ ആൻഡ് ഫെറോ അലോയ്സ് വിത്ത് ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ കമ്പനിക്കകത്ത് തന്നെ അവർക്ക് തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയ മൊത്തത്തിൽ അതിൻ്റെ അകത്തൊരു പിടിവള്ളി അതിൻ്റെ അകത്ത് സ്ട്രോങ് ആയിട്ടുണ്ട്. അത് തന്നെയാണ് ആ ഒരു വളർച്ചയ്ക്ക് ഉള്ള ഒരു ഫസ്റ്റ് അനുകൂല സാഹചര്യം. പിന്നെ നമുക്ക് നോക്കിക്കഴിയുമ്പോഴത്തേന് 1042 കറണ്ട് മാർക്കറ്റ് പ്രൈസ്. 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ 1224, 52 വീക്ക് ലോ എന്ന് പറഞ്ഞാൽ 549. സ്റ്റോക്കിൻ്റെ PE എന്ന് പറഞ്ഞാൽ 15.2, ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 331. ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ്. ROC 29.7, ROE എന്ന് പറഞ്ഞാൽ 22.3, ഫേസ് വാല്യൂ 5 ആണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഓടിച്ചു വിടുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം ഇതിൻ്റെ അകത്ത് വെച്ച് കഴിയുമ്പോഴത്തേനും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമായി പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കൂടാണ്ട് ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. മാക്സിമം ചാർട്ട് പാറ്റേൺ എടുത്ത് നോക്കിയേ. ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമാണ്. പക്ഷെ കയറ്റമാണെന്ന് പറഞ്ഞാലും ആദ്യകാലത്ത് വലിയൊരു കൺസോളിഡേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് വന്നത്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ലാസ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് താഴത്തേക്ക് നോക്കിയപ്പോൾ ഇയർ സെയിൽസ് ഗ്രോത്ത് നോക്കി 2013 2355 അതിപ്പോൾ എത്രയായി? 5455 കോടിയായിട്ട് മാർച്ച് 2024 വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ നോക്കിയേ, എവിടെ മുതൽ അതിൻ്റെ അകത്തൊരു എടുത്തിയാട്ടം വന്നത്? 2020 മാർച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അകത്ത് സെയിൽസിലൊക്കെ ഒരു നല്ലൊരു ജമ്പ് വന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഷെയർ പ്രൈസിലും മൂവ്മെൻറ്റ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഒരു ഒരു നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം ഇതിൻ്റെ അകത്തില്ലേ? അതെന്താ, ഇത്രയും നാളുള്ള ആ സെയിൽസിൽ വലിയ കാര്യമായിട്ട് ജമ്പൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തെ പ്രൈസ് മൂവ്മെൻറ്റ് നോക്കി അതുപോലെ തന്നെ കൺസോളിഡേഷൻ ചെയ്ത് കിടക്കുമല്ലായിരുന്നോ? അപ്പോൾ
ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് എന്താ? അതിൻ്റെ കച്ചവടം, സെയിൽസ് കൂടി വന്നാൽ മാത്രമാണ് എന്തോന്ന് വരുള്ളൂ. ഫണ്ടമെൻ്റലായിട്ടുള്ള അനുകൂല ഘടകത്തിൽ ആദ്യത്തെ ഇതാണ് സെയിൽസ് കൂടിയാൽ മാത്രമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും മൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നോക്കി അത് കഴിഞ്ഞപ്പോഴോ 2020 മാർച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാ കൊല്ലവും അതിൻ്റെ അത് സെയിൽസിൽ ജമ്പ് വന്നു. അപ്പോഴത്തേനും പ്രൈസിൽ മൂവ്മെൻറ്റ് വന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിലോ 331 കോടിയിൽ നിന്ന് എത്രയായി? 1328 കോടി. ഓപ്പറേറ്റിംഗ് മാർജിൻ ആണെങ്കിലോ ഒരു 14-നും 35-നും ഇടയിലാണ് നിൽക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ 158 കോടിയിൽ നിന്ന് 936 കൂടിയിട്ടുണ്ട്. റിസർവ് ആണെങ്കിലോ 2013 മാർച്ചിൽ 745 ആയിരുന്നു. ഇതിപ്പോൾ എത്രയും 4434 കോടിയിലേക്ക് അതിൻ്റെ റിസർവ് കൂടി. കടമാണെങ്കിലോ 1684 കോടിയായിരുന്നു മാർച്ച് 2023. അത് കൂടി എത്രയായി? 2214 കോടിയായിട്ട് കൂടി. എന്ന് മാർച്ച് 2017. അവിടെ നിന്ന് അങ്ങോട്ടൊരു കുറവ് വന്നിട്ട് ഇപ്പോൾ വെറും 52 കോടിയുള്ളൂ. എന്ന് പറഞ്ഞാൽ അവർ ഏകദേശം ഡെറ്റ് ഫ്രീയിലേക്ക് എത്തി. അത് ഇനി ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ നോക്കിയാൽ ലോങ് ടൈം ബോറോയിങ്സ് വെറും 9.20, ഷോർട്ട് ടൈം ബോറോയിങ്സ് 42. എത്രയായി? 43. ഇത് എത്രയും വേഗം സീറോ ആവാനാണ് ചാൻസ് കൂടുതൽ. നമ്മളിത് കടം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് എപ്പോഴും നോക്കണം. അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് ഭയങ്കര വലിയ മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് കേട്ടോ. ഇത്രയും വലിയ കടത്തിൽ നിന്ന് ഒരു കുറച്ച് ഇത്രയായിട്ട് ഭയങ്കരമായിട്ട് കുറച്ചു. അതൊക്കെ ഒരു ഭയങ്കര പോസിറ്റീവ് പോയിൻ്റാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് എന്നാ വെച്ചാൽ 2021 സെപ്റ്റംബറിൽ 67.5 ആയിരുന്നു. അതിപ്പോൾ എത്രയായി? ചെറുതായിട്ട് കുറച്ച് 67, 3.26. അപ്പോൾ ആ ഷെയർ കൂട്ടിയേക്കണ ആരാ? FIs 1.53 7.5 കൂട്ടുകയാണ് ചെയ്തേക്കണത്. DIs ആണെങ്കിലോ 0.39 എത്രയായിട്ട് കൂട്ടി? 1.96 കൂട്ടിയിട്ടുണ്ട്. അപ്പം FIs DIs സ്ട്രൈക്ക് കൂട്ടുകയാണ് ചെയ്തേക്കണേ. പബ്ലിക് ആണെങ്കിലോ 30.57 27.27 കുറയ്ക്കുകയാണ് ചെയ്തേക്കണേ. അപ്പോൾ FIs DIs പ്രൊമോട്ടർക്ക് നല്ല വിശ്വാസമുള്ളൊരു കമ്പനിയായിട്ടാണ് ഇതിൻ്റെ അകത്തെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് പറഞ്ഞു തന്നെ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസ് എന്താ ഇതിൻ്റെ ചാർട്ട് എന്താ പറയുന്നത് നോക്കാം. ഇത് മന്ത്ലി ചാർട്ടാട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യകാലം മുതൽ വലിയൊരു റാലി നടത്തി, അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അതങ്ങനെ കൺസോളിഡേഷൻ ചെയ്ത് എവിടം വരെ നിന്നു? ആ സെയിൽസിൽ വന്ന ആ ഇതുമായിട്ട് നിങ്ങൾ കൂട്ടി വായിക്കണം കേട്ടത്. എന്നാലേ നമുക്ക് ആ ഒരു ബാക്കിയുള്ള ഏത് കമ്പനി നമ്മൾ ചെക്ക് ചെയ്താലും ഇതുപോലുള്ള ചരിത്രങ്ങൾ നമുക്ക് വലിയൊരു പാഠമാണ്. അപ്പോൾ ഇത് നോക്കി, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു 2020 കഴിഞ്ഞപ്പോഴത്തേനും എന്ത് സംഭവിച്ചു? അതിൻ്റെ സെയിൽസ് കൂടിയപ്പോഴത്തേനും പ്രൈസിൽ മൂവ്മെൻറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഹൈ വന്നു, പിന്നെ ഒരു ഇപ്പോൾ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു, വീണ്ടും ഒരു ഹൈ വന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും സപ്പോർട്ട് എടുത്തു. ഈ ഏരിയ വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ ക്യാൻഡിലിൻ്റെ ഇവിടെ വെച്ചാണ് 262.45 ഏരിയ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എത്രയിലേക്ക് പോയി? അത് കഴിഞ്ഞിട്ടാണ് വലിയ റാലി വന്നത്. ഇവിടെ വന്നിട്ടൊരു കൺസോളിഡേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് ഈ റെസിസ്റ്റൻസിനെ മറികടന്നു. ഇത് ഒറ്റ പോക്കിൽ ഈ റെസിസ്റ്റൻസ് മറികടന്നു. പിന്നെ വലിയൊരു റാലി നടന്നേക്കണം. അപ്പോൾ ഇതിനു മുമ്പ് കണ്ടേക്കുന്ന വീഡിയോ നിങ്ങൾ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ പേരെടുക്കുക, എന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ അകത്ത് സെർച്ച് ബട്ടൺ കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റും? ഇതിന് മുപ്പുറത്ത് ഞാൻ ചെയ്ത വീഡിയോ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചാലും മതി കേട്ടോ. ഇത് പഴയതെടുത്ത് കാണുന്ന താല്പര്യമുള്ള കാണുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്വന്തമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചേ? ആ റാലി പോയി നിന്നത് എവിടെയാണ്? 1222.9 ആ റാലി വന്ന് നിന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ഈ ക്യാൻഡിൽ കണ്ട ഒരു സെല്ലിങ് പ്രഷറാണ്. അതെന്താ? ഒന്നാമത്തെ റീസൺ RSI വാല്യൂ ഒക്കെ എത്രയും 80 മുകളിൽ 83 എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 83 എത്തുക എന്ന് പറയുമ്പോൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ലാഭമൊക്കെ ഇരിക്കുന്നു. ഭയങ്കരമായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ചാൻസ് ഉള്ള ഒരു ഏരിയ ആണെന്നുള്ളതാണ് ആ ഒരു കണക്കുകൂട്ടൽ. 70 മുകളിലേക്ക് പോകുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു ഏരിയ. ഇപ്പം നമുക്ക് നോക്കിയേ 80 മുകളിലേക്ക് വന്ന കാലത്തൊക്കെ ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട് കണ്ട. അപ്പോൾ നമ്മളൊരു
കെയർഫുള്ളായിട്ടിരിക്കണം. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇങ്ങനെ പ്രോഫിറ്റ് ബുക്കിംഗ് വരുവാണെങ്കിലോ, ആദ്യത്തെ സപ്പോർട്ട് 863 888 ഫസ്റ്റ് സപ്പോർട്ട്. അത് കഴിഞ്ഞാലോ 730 781 രണ്ടാമത്തെ സപ്പോർട്ട്. അതിൻ്റെ താഴത്തേക്ക് പോകുമെന്ന് ചോദിച്ചാൽ പോകാനായിട്ട് ചാൻസ് കുറവാണ്. എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ 800 ഇപ്പോഴത്തെ ഒരു വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിഫ്റ്റി എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഇപ്പോഴും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊക്കെ വിചാരിച്ചൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന നാളുകളായിരുന്നത്. അപ്പോഴത്തേന് കഴിഞ്ഞ ദിവസം പുതിയ ഓൾ ടൈം ഹൈയിലേക്കാണ് വന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് അത്രയും ബുള്ളിഷാണെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഫണ്ടമെൻ്റലായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളത്, കടം കുറച്ചുകൊണ്ട് വരുന്നത്, സെയിൽസ് കൂടുന്നത്, അങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് വളരാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെന്നി സ്റ്റോക്കുകളോ അങ്ങനെയുള്ള സെയിൽസ് കൂടാത്തതോ അങ്ങനെ ഫണ്ടമെൻ്റലായിട്ട് പ്രശ്നങ്ങളുള്ള സ്റ്റോക്കുകൾ എടുത്തു കഴിയുമ്പോൾ എന്ത് പറ്റിയാൽ നമ്മളവിടെ നിന്നടത്ത് കുറ്റിയടിച്ചിരിക്കുന്നവരെ അവിടെ നിൽക്കുകയുള്ളൂ. നമ്മൾ അങ്ങോട്ടും പോയാൽ ഇങ്ങോട്ടും പോയാൽ അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. അപ്പം അങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഫണ്ടമെൻ്റലായിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ ജസ്റ്റ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് അങ്ങ് പഠിക്കുകയല്ല ചെയ്യേണ്ട. ഫുള്ളായിട്ട് നിങ്ങൾ തറവായിട്ട് ബാക്കി എല്ലാ വശങ്ങളും നോക്കി നമുക്ക് താല്പര്യമുള്ള കമ്പനിയാണോ, അതിന് വളർച്ചാ സാധ്യതയുണ്ടോ അത് എന്ന് നോക്കുക. എന്ന് നോക്കിയിട്ട് എന്ത് പറ്റുക? അതിനെ നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ ഇതുപോലെ ഓൾ ടൈം ഹൈ എല്ലാ ദിവസവും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും നല്ലൊരു അഭികാമ്യമായിട്ടുള്ളൊരു കാര്യം എന്താ? നമ്മൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള കമ്പനിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പേരിൽ ഒരു പകുതി മാത്രമേ വാങ്ങിക്കാവുള്ളൂ, ഒരു പോർഷൻ മാത്രമേ വാങ്ങിക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോ ഇടിവിലും പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോൾ മാത്രമാണ് വാങ്ങിക്കേണ്ടത്. അല്ലെങ്കിൽ തന്നെ ആ റാലിയുടെ കൂട്ടത്തിൽ നമ്മൾ പങ്കെടുത്ത് അനങ്ങാതിരുന്നു റാലിയിൽ പങ്കെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഇതുപോലെ ഓൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ ഭാവിയിലേക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊക്കെ തന്നെ സ്വന്തമായിട്ട് പഠിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് വലിയ റാലിക്ക് ഇനിയും സ്കോപ്പുണ്ട്. എത്രയും വേഗം ഒരു ലാർജ് ഗ്യാപ്പിലേക്കൊക്കെ എത്തുമ്പോഴത്തേനും ഈ പ്രൈസിൽ കൂടി ഒന്നും ആയിരിക്കുകയല്ല, നമ്മൾ ഇനിയും ഒരുപാട് ഉയരങ്ങളായിരിക്കും കാണുന്നത്. ഇപ്പോൾ ഉള്ള ഈ റാലി കണ്ടതിനേക്കാളും മികച്ചൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഈ കമ്പനിയെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതൊരു ബയേഴ്സ് അല്ല റെക്കമെൻഡേഷനോ നല്ല കാര്യങ്ങളോടൊന്നും കമ്പനിയെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നത്. നന്ദി, നമസ്കാരം, താങ്ക് യു.